അവിടെ നിൽക്ക്, ഇറങ്ങല്ലേ കൊച്ചേ. എങ്ങനെയുണ്ട്? ഇല്ലിക്കൽ കല്ല് തന്നെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാറ കണ്ടു, അതിനെ പുറത്ത് പൊത്തി പിടിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. ആകെ ഫ്ലോപ്പായി പോയേനെ. മഴയൊക്കെ പെയ്തു, പിന്നെ ഇവിടെ മരം വീണു, അങ്ങനെയൊക്കെ കുറേ വഴി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജീപ്പൊക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു, മേലേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അവിടെ ടിക്കറ്റ് എടുത്തവരൊക്കെ പെട്ട് നിൽക്കായിരുന്നു. ഇടിമിന്നൽ കാരണം ഇവിടെ ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത കൂടിയ പ്രദേശമാണ്. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഭാഗ്യം കൊണ്ടാണ് എല്ലാവരും കടത്തി വിടുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും പെട്ട് വരികയായിരുന്നു, വീണ്ടും പെടുന്നതെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് പോണ വഴിയാണ്. അപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം മഴയാണ്. ഞങ്ങളുടെ വണ്ടി മഴയത്ത് കുളിച്ചു, നല്ലപോലെ കുളിച്ചു. ഞങ്ങളും കുളിച്ചതിനെ ഭാഗ്യത്തിന് ഇങ്ങനെ കയറി ഒരു പ്ലേസ് കിട്ടി, അങ്ങനെ കയറി നിന്നാണ്. പിന്നെ വരുന്ന വഴിക്ക് ആകെ വഴി തെറ്റുകയും ചെയ്തു. കൊച്ചെ, നമ്മൾ ഈ തേഞ്ഞു പോയ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ശരിക്ക് ഭൂതത്താങ്കട്ടൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഭൂതത്താങ്കട്ട് പോകാണ്ട് നേരെ ഇല്ലിക്കൽ കല്ല് കാണാനായിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭൂതത്താങ്കട്ട് പോയിട്ട് നേരെ വീട്ടിൽ തിരിച്ചു പോയാൽ മതിയായിരുന്നു. പൊട്ടി ഗംഭീര ഇടിവെട്ടാണ്. അങ്ങനെ ഞങ്ങൾ മഴ മാറിയപ്പോൾ ഇല്ലിക്കൽ കല്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റാണ് വഴി കാണിക്കുന്നത്. ഈ മഴ പെയ്യുമെന്നറിയില്ല, മഴക്കാരുണ്ട്, മഴ ചെറുതായിട്ട് ചാർജുണ്ട്. കേസ് ഇവിടെ മരം വീണിട്ട് പോസ്റ്റ് മറിഞ്ഞിരിക്കുകയാണ്. 2 ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞിട്ട്. അപ്പോൾ ജീപ്പോടെ വണ്ടികളൊന്നും കടത്തിവിടാനില്ല. ഞങ്ങൾ വീണ്ടും പെട്ടിരിക്കുകയാണ്. മുറിച്ച് കഴിയുമെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, എന്തായാലും കണ്ടിട്ട് പോകുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇരുട്ടാവും. അങ്ങനെ മരം മുറിച്ച് മാറ്റാണ്. ഫയർഫോഴ്സ് വന്നിട്ട് സമയം എടുക്കുമെന്നറിയില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഒരു നീലവാഗ പൂത്ത് ഞങ്ങൾ കണ്ടു ഈ വഴിക്ക് പോയപ്പോൾ. ഞങ്ങളിനി എപ്പോൾ എത്തുമെന്നറിയില്ല. 200 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് പമ്പുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് അതിൽ കൂടെ കടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ആകെ മരം വീണ് കാരണം ഇവിടെ നല്ല കാറ്റും മഴയായിരുന്നു. എന്തായാലും ഇന്നത്തെ യാത്ര ആകെ കൊളായി. നല്ല ക്ലൈമറ്റ് ആണ്. അവിടെ കോളേജിൽ ചാൻസ് ഉണ്ട്. മലയാളമൊന്നും അറിയില്ല. ഇവിടെ ഫുള്ളും ഇവിടെ ഇല്ലിക്കൽ കല്ലിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. മാങ്കൊമ്പ് ക്ഷേത്രം, ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകണം. കുറച്ച് ടൈറ്റാണ്. കുറച്ച് കുട്ടികളുടെ കയറ്റാണ്. കുഴപ്പമൊന്നുമില്ല, വഴിക്ക് അടിപൊളിയാണ്. ഒരാഴ്ചയില്ലാതെ ഹാപ്പി വളവുകളാണ്. അങ്ങനെ ബ്രേക്ക് അങ്ങനെ ചവിട്ടിയാണല്ലോ. പിന്നെ വീട്ടിൽ കയറാൻ കുറച്ച് പെട്രോൾ തന്നെയും അങ്ങനെ പെട്രോൾ വെച്ചിപ്പോയല്ലോ ഈ കയറ്റുന്ന കാര്യം. കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. കൊച്ചെതാ കാണുന്നതാണ് ഇല്ലിക്കല്ല്. കണ്ട, ഈ ഇല്ലിക്കൽ കല്ല് കാണിച്ചൊന്നില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തായാലും വന്നിട്ട് ഇല്ലിക്കൽ കല്ല് കണ്ടു ഗൈസ്. താഴെ നിന്നാണെങ്കിലും കണ്ടു. ഞങ്ങൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു ഗൈസ്. മേലേന്ന് ഒലിച്ചിറങ്ങി വരുന്നതാണ്. ഇവിടെ നിർത്താനൊന്നും പറ്റില്ല.
വഴിയാണ് കേസ്. മേലെ കയറും തോറും ഹെയർപിന്നൊരു രക്ഷയില്ലാത്ത ഹെയർപിന്നാണ്. മേലെ കയറും തോറും അടിപൊളി വ്യൂയാണ്. ഡ്രൈവർമാർ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വണ്ടി വല്ലയിടത്തും കിടക്കും. ഞാൻ നിർത്താനും പറ്റില്ല, വളയ്ക്കാനും പറ്റില്ല. വണ്ടി വല്ലയിടത്തും പോകും. കുറച്ച് നോക്കിയിരുന്നോ? ചെറിയ ബ്രേക്കിൽ അവിടെ ബ്രേക്ക് പറ്റും. ഇവിടെ താഴത്തേക്ക് ഇറങ്ങണ്ടാട്ട് നീ എനിക്ക് വയ്യ. അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടുന്ന് ജീപ്പിൽ വേണം മേലേക്ക് കയറാൻ. ബൈക്ക് ഇവിടെ വെക്കാം. അവിടെ എത്തിച്ചാലോ? നമുക്ക് ബൈക്ക് ഇവിടെ വയ്ക്കാം. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഇല്ലിക്കൽക്കല്ല് എത്തി. ജീപ്പിൽ പോകണം. ഇനി ഇവിടുന്ന് ഇവിടെ ജീപ്പൊന്നും കാണാൻ, ജീപ്പ് വന്നിട്ട് വേണം. ഞങ്ങളിവിടെ ബാത്റൂം എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ 130 രൂപയായി ടിക്കറ്റ് 2 പേർക്ക്. അവിടെ വന്നിട്ട് ക്ലൈമറ്റ് മോശമായി കഴിഞ്ഞാൽ ടിക്കറ്റ് റീഫണ്ടബിൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ക്ലൈമറ്റ് മോശമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മേലേക്ക് കയറ്റി വിടില്ല. മഴ പെയ്തപ്പോൾ നിർത്തിക്കായിരുന്നു. ആൾക്കാരെ മുകളിലുണ്ടെങ്കിൽ താഴേക്ക് ഇറക്കും. ആ ഗംഭീര ഇടിയല്ലായിരുന്നു. വണ്ടി കാണാണ്ടെന്ന് തോന്നുന്നു. അതല്ല വണ്ടി, അതല്ലേ അത് ഇവിടെ ഇതുണ്ടോ? ഇതാ റോഡ് കണ്ടോ? ഇത് വരുന്നു. അങ്ങനെ ജീപ്പ് വരണ്ട്. സ്ഥലം ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും കയറി നോക്കണം. ഞങ്ങളെ ജീപ്പിൽ കയറി. അങ്ങനെ എത്ര ജീപ്പ് ഓടേണ്ടത്? ഫ്രണ്ടിൽ നോക്കി നാളെ കളക്ഷൻ വേണം. അതറിയില്ല, ഗൂഗിൾ ചെയ്ത് നോക്ക്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കൽ എത്തി. ഞങ്ങളെ വന്ന ജീപ്പാണ്. അവിടെ ഒതുക്കിയിടാണ്. കണ്ട അവിടെ കോടയുണ്ട് ചെറുതായിട്ട്. ഞാൻ കാണുന്നതാണ് ഇല്ലിക്കല്. നീ കാര്യം പറ, എന്നിട്ട് പറയാനുള്ളത്. അല്ല, നീ കണ്ടല്ലേ, അപ്പൊ ഞാൻ കണ്ടിട്ട് എന്തിനാണ്? അല്ല, നീ കണ്ടല്ലേ, അപ്പൊ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, ഞാൻ കണ്ട കാരണം ഞാൻ അവിടെ താഴെ നിന്നോളാം അല്ലേ? അങ്ങനെയല്ലേ നീ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായി. എങ്ങനെയുണ്ടായിരുന്നു ജീപ്പില്? എന്ത് ഓർത്തുപോയി മോനെ. ഓ, ജീപ്പിന്ന് തലയും കുത്തി വേണ്ടേ എന്നിട്ടാണ് ഈ സ്ഥലത്ത് വന്നിട്ട് നിന്നെ കൊണ്ടുവരാതെ വന്നു കാണാന്ന് പറഞ്ഞിട്ട് വന്നത് നീ ഓർമ്മയില്ല? ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കൽക്കല്ലെത്തി. കോട നോക്കിയാടെ പൊളിയില്ലേ?
എന്തായാലും ഞങ്ങൾ വന്നിട്ട് ഇല്ലിക്കല് കണ്ടു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാലേ നമുക്കൊന്നുകൂടി കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഇല്ലിക്കലല്ലേ? മലയാറ്റൂര്, കനകമല ഈ ആഴ്ച തന്നെ 3-4 മലയായി ഞങ്ങൾ ഈ ആഴ്ച തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. അതിൻ്റെ അപ്പുറത്തെ കടല, അതിനപ്പുറത്ത് അവിടെ. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായേ? അവിടെ മല കാണാണ്ടല്ലേ? എന്തായാലും നമ്മളിവിടെ വന്നിട്ട് അത് കണ്ടില്ലെങ്കിൽ ഇതെങ്കിലും കാണാൻ പറ്റിയില്ലേ? അവിടെ കുറേ പേര് ആ സൈഡിൽ കൂടെ കയറിയിട്ടുണ്ട്. കണ്ട അതറിയില്ലേ കൊച്ചേ? നിറങ്ങി ഇറങ്ങണം, നോക്കിക്ക്. ആ പാറക്കൂടെ നിറങ്ങി ഇറങ്ങണം. അങ്ങനെ മോളിൽ കയറാൻ പറ്റിയുള്ളൂ. അങ്ങനെ മേലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല ഇടിമിന്നല കാരണം. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മേലെ കയറിയിട്ട് പെട്ടെന്ന് താഴെ ഇറങ്ങി വരുന്നത്. ഞങ്ങൾ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? വീണ്ടും മല കയറ്റം. അടിപൊളി. ഇതിവിടെ എന്നിട്ട് ഉരുൾപൊട്ടി പോലത്തെ സ്ഥലം. ഇത് എൻ്റെ കൂടെ വന്ന സാധനം കയറി പോകണ്ട. അതെവിടെ കൊണ്ടിട്ടാണ് ഇതമാതിരി കയറിപ്പോ. എടി നീ ഏതി കൊടിക്ക് പോണേ? നീ അങ്ങനെ നടക്കുമ്പോഴേ ഞാൻ അവിടെ ഇപ്പം തോന്നാല്ലേ വെള്ളം കൊണ്ടുവരായിരുന്നു, ബാഗ് കൊണ്ടുവരായിരുന്നു. ഞങ്ങളെ പകുതി കയറിയപ്പോഴേക്കും ഒരുവിധം കിതപ്പ് വന്നിട്ട് നിന്നു. കൊച്ചെങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ? നിനക്കല്ലായിരുന്നു മേലെ കയറാറുണ്ട്? ഇന്നലെ കയറിയത്, ഇന്നലത്തെ മല. ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നടന്ന് മേലെത്തിരിക്കുകയാണ്. വെള്ളച്ചാട്ടം കാണാണ്ട് നിനക്ക്? എനിക്ക് കാണാനില്ലല്ലോ. എപ്പോട്ടെ? അവിടെ അല്ലേ? ഇതല്ലേ എന്ന് ഞങ്ങൾ വന്നപ്പോൾ എന്തോ വേറെ എന്തോ കൊടിയൊക്കെ വെച്ചിരിക്കുന്നു എൻ്റെ മേലെ. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കുരിശെല്ലാം ഉണ്ട്. ഇതാണോ ചൂലുണ്ടാക്കുന്നത്? അതെങ്ങനെയാ? അത് ഉണക്കും, വെട്ടിയിട്ട് ഉണക്കും. അതിൻ്റെ ഓലയാണോ? ഓല ഈ തണ്ടില്ലേ ഇത് കിടക്കുന്നുണ്ടോ? അത് വെട്ടിയിട്ട് ഉണക്കുമ്പോൾ ഇങ്ങനെയാവും. ഉണക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ കുറച്ച് ഇത് മറിച്ച് കളയുമ്പോൾ അങ്ങനെയാവും. എന്നിട്ട് ഇങ്ങനെ കോർത്ത് കിട്ടും. കൊച്ചെ നമ്മൾ വന്ന വഴിയുണ്ട്, ആ വഴി കൂടെയാണ് നമ്മൾ വന്നത്. നോക്കിയേ, കണ്ട താഴെയുള്ള വീട്. താഴേക്ക് ഇറങ്ങിക്കോ. ജീപ്പ് കയറി വരണോക്കിയേ. അങ്ങനെ ഞങ്ങൾ മേലെ കയറിയിട്ട് താഴേക്ക് ഇറങ്ങാണ്. നോക്കി ഇറങ്ങിനെങ്കിൽ പണി കിട്ടും. ഞങ്ങൾ കനകമല പോയ പോലെ അല്ലേ അതേപോലത്തെ സംഭവം തന്നെ. കാലിൽ നിന്ന് ഇറങ്ങി പോവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഫോണ് താഴെ ഇട്ടപ്പോ അവര് പോയാ? അവര് മേലെ ഉണ്ടാ? ആവുമ്പോ താഴെ കോട ഇറങ്ങിയിട്ട് ഇവിടെ ഇല്ലല്ലേ?
കോട കയറി വരുന്നു, ഇങ്ങോട്ട് എത്തില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കോട വരും, പക്ഷെ അപ്പത്തേക്ക് നമുക്ക് വീട്ടിൽ പോകണം. അതെ, ഞങ്ങളെ വീട്ടിൽ നിന്ന് കാലത്ത് ഇറങ്ങിയതാ, കുറച്ചുകൂടി നേരത്തെ. ആ, ഞങ്ങൾ രണ്ടുപേർക്കും വിശക്കുണ്ട്, കാലത്ത് ഭക്ഷണം കഴിച്ച് പോന്നതാണ്. പിന്നെ എവിടെയും നിർത്താൻ നിന്നില്ല. ഇടിവെട്ടിലൊന്നും ഉണ്ടാവില്ല. അതിലിറങ്ങിപ്പോ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോ ഇറങ്ങിപ്പോയിട്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ താഴേക്ക് ഇറങ്ങിയാൽ കുറച്ച് തെന്നലുണ്ടാവും. താഴെ ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലൊരു കൈവരി കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ, ഞങ്ങൾ കോട മഴ പെയ്തിട്ട് മാറിയിട്ട് ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി കയറി ജീപ്പൊക്കെ വരും കൊച്ചെ, നീ വായോ. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ വേണം സഞ്ചരിക്കാൻ. നിനക്കറിയില്ലത്, ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? നോക്കിയേ കോട, നോക്കിയേ. ഞങ്ങളേ ആ കാണുന്ന പാറയുണ്ടല്ലോ, കുറച്ച് പാറകളായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും താഴേക്ക് കുറച്ച് പേരൊക്കെ ഇറങ്ങി, കുറേ പേര് മേലെയുണ്ട്. എന്തായാലും ജീപ്പൊക്കെ കുറച്ചുള്ളൂ. പിന്നെ വീടെത്തുമ്പോൾ എന്തായാലും സമയമാകും. എന്തായാലും ഇവിടെ വന്ന ശരിക്കും ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചു. താഴെ ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് ഗെയ്സ്. കണ്ട ഒരു കോടമഞ്ഞിൻ്റെ ഈ സൈഡിൽ നോക്കുമ്പോൾ നോക്കിയേ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കോടമഞ്ഞൊക്കെ ആയിട്ട് കുറേ മലകളുണ്ട് കേട്ടോ. ഇവിടെ കുറേ അടുപ്പിച്ചിങ്ങനെ മുട്ടക്കുന്നുകൾ പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നിന്ന് ആ കോട അങ്ങനെ ഇറങ്ങി വരുമ്പോൾ, കോട പൊന്തി വരുമ്പോഴുള്ള ആ ഭംഗി. ഇത് മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ട് അങ്ങനെ കല്ലൊക്കെ ഒലിച്ചു പോയതാണെന്നുകൊണ്ട്, അതുകൊണ്ടാണ്. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളെന്തായാലും കുറേ ഇല്ലിക്കൽ കല്ല് തന്നെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അടുത്ത ജീപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്താണ് ജീപ്പിന് കയറിപ്പോവാനുള്ള സ്ഥലം. എങ്ങനെയുണ്ട് കൊച്ചെ? താഴേക്ക് നോക്ക്, സൂപ്പർ അല്ലേ? പൊളിയായി. കൊച്ചു നീ എങ്ങടെ പോണേ? ആ, നമ്മൾ മാത്രമേ ഉള്ളൂ. നീ അവിടെ നിൽക്ക്, ഞാനുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോകായിരുന്നു. നല്ല തണുത്ത കാറ്റ് വരുന്നു. ഇപ്പോൾ പേരയ്ക്കോ? ഇത് പേരമരാണോ? അതിന് വെറുതെ തള്ളി മറിക്കല്ലേ? ആലമരം. ആൽമരം. അവിടെ ആ പാറയുടെ മേലെ ആരൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അവസാനം ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടേക്ക് എത്തി. ഇല്ലിക്കൽ കല്ല് കാണുന്നത് കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. അതിൻ്റെ താഴെ നേരെ ഒരു കൈവരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ കാണുന്ന വ്യൂ പോയിന്റിൽ എത്തും. അങ്ങോട്ട് നോക്കി ആൾക്കാർ കയറി നിൽക്കുന്ന അവിടെ ആ പാറയില്. അവര് ഏതി കൂടെയോ പോയേ. ഇവിടുന്ന് താഴേക്ക് കാണാൻ അടിപൊളിയാണ് ഗൈസ്. കൊച്ചവിടെ ഒരു പാറക്കല്ലുമ്പൊക്കെ പൊത്തിപ്പിടിച്ച് കയറുന്നുണ്ട്. കൊച്ചേ എങ്ങനെയുണ്ട്? ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയാട്ടോ ഇവിടെ. അവിടെ നിൽക്ക്, ഇറങ്ങല്ലേ. ഒരാളവിടെ ഇരിപ്പായി,
ഓ, ഇത് 2-3 പാറകൾ അടുക്കി വെച്ചതാണ്. നോക്കി കയറിയില്ലെങ്കിൽ താഴെ കിടക്കും. അങ്ങനെ ഞങ്ങൾ പാറക്കല്ലിൻ്റെ പുറത്തെത്തി. അവിടെ ഇല്ലിക്കല്ല് എവിടെ? ആ കാണുന്നതാണ് ഇല്ലിക്കല്ല്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ അമർത്തുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം.